ഫ്രണ്ട്സ്, നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ നോക്കി വെച്ചുള്ളൂ. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ ഇത് നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. അപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ചെയ്യാറില്ല, ഞാൻ ഇടയ്ക്ക് കാണുന്നതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ കയറിയിട്ട് നോക്കാവുന്നതാണ്. കാരണം നമുക്ക് ഇതിലേക്ക് ചീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടല്ല. ഗവൺമെൻറ് ത്രൂ ആയതുകൊണ്ട്, ഗവൺമെൻറ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ളൊരു സംരംഭം ആയതുകൊണ്ട് അതിലൂടെ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരില്ല. വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക, അഡ്വർടൈസ്മെൻ്റ് ആണ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങൾക്ക് കാണാം വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. അതെവിടെ വെച്ചാൽ നടക്കുന്നുള്ള കാര്യം പറയാം. ഇവിടെ കാണാം ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻസ് ടു സൗദി അറേബ്യ ഓൺ 6th April ഇതിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. അത് ഈ പറയുന്ന ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ആണ്. അതിലേക്ക് നമുക്ക് വിസ അങ്ങനത്തെ ഒന്നും യാതൊരുവിധ ചാർജോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ടിക്കറ്റ് അടക്കം എന്താണ് കമ്പനി നൽകുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിട്ട് ഏകദേശം 9 days ആയി. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 6 April ആണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 4 April ആണ്. ഞാൻ ലേറ്റായിട്ടാണ് ഇത് കണ്ടത്, അതുകൊണ്ടാണ് എന്തെങ്കിലും ഞാൻ ആർക്കെങ്കിലും ഉപയോഗപ്രദമാകാൻ ചെയ്യട്ടെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം സൗദിയൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുറം രാജ്യങ്ങൾ നോക്കുന്നുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സാലറി ഇവിടെ കാണാം നിങ്ങൾക്ക്. റിയാലാണ് ഇവിടെ കാണാം. 1500 മുതൽ 4500. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു മിനിമം ഒരു 50,000 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് എന്താണ് സാലറി പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ്. ആവറേജ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇതിനനുസരിച്ചിട്ടൊക്കെ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 85 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ മിനിമം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഫീമെയിൽ പറ്റില്ല. ഇൻഡസ്ട്രി ടെക്നീഷ്യൻസ് IT ആണ് ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രെയിൽ IT കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. അതോടൊപ്പം IT അതല്ലെങ്കിൽ ഡിപ്ലോമ, നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ IT. ഓക്കെ, 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് കേട്ടോ. മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള ഗൾഫ് എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിലും പോയി നോക്കുക. നിങ്ങൾക്ക് ഇവിടെ നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പോയി നോക്കുക. ഇവിടെ ഗൾഫ് എക്സ്പീരിയൻസ് ഇൻ മെയിൻ്റനൻസ് എന്നാണ് അവർ പറയുന്നത്, 2 വർഷത്തെ. എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. 22 to 35 ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഡെസിഗ്നേഷനും അതിൻ്റെ സാലറിയും നമ്പർ ഓഫ് വേക്കൻസീസൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്കിൽ അതുപോലെ തന്നെ ഓരോരോ കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്ര വേക്കൻസി ഉണ്ട്, അതിൻ്റെ സാലറി എത്ര ആയിരിക്കും എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. ഇലക്ട്രിക്കൽ, ജനറേറ്റർ, അങ്ങനെ പറഞ്ഞ ഒരുപാട് കാറ്റഗറി ഉണ്ട് ഇതിൽ. അപ്പോൾ അതായത് ട്രേഡുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ അതത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഡിപ്ലോമ IT ഒക്കെ ഉള്ളവർ നിങ്ങൾ അതിന് പോകുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ജോയിനിങ് ടിക്കറ്റ് ആൻഡ് വിസ വിൽ ബി പ്രൊവൈഡ് കണ്ടോ. നിങ്ങൾക്ക് ടിക്കറ്റും ഉണ്ടായിരിക്കും, വിസയും ഒക്കെ എല്ലാം ഫ്രീ ആണ് കേട്ടോ. അതൊക്കെ കമ്പനി നൽകും. പിന്നെ ഡ്യൂട്ടി ടൈം 9 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക്, ഇൻക്ലൂഡിങ് ലഞ്ച് ടൈം അടക്കം ടോട്ടൽ 9 മണിക്കൂറായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. അതൊക്കെയാണ് ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒക്കെ പ്രത്യേകത. നമ്മൾ ഡയറക്റ്റായിട്ട് മറ്റ് പ്രൈവറ്റ് ഏജൻസി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മേ ബി നമ്മൾ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗവൺമെൻറ് ത്രൂ ആകുമ്പം നമുക്ക് എന്താണ് സേഫാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. അതുപോലെ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് 6 April. നിങ്ങൾക്ക് ഇവിടെ കാണാം 9:30 മുതൽ 12:30 നിങ്ങൾ പോകേണ്ട സ്ഥലം ODPC എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് 5th floor അഡ്രസ്സ് ഇതാ. അപ്പോൾ ഫുൾ അഡ്രസ്സ് നമ്മുടെ തിരുവനന്തപുരമാണ് ഇത് വരുന്നത്. വഴുതക്കോട് അങ്ങനത്താണ് അതിൻ്റെ വരുന്ന സ്ഥലം കേട്ടോ. അപ്പം ജസ്റ്റ് ഞാനതിൻ്റെ കോൺടാക്റ്റേഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതാണ് അഡ്രസ്സ്. എൻ്റെ ഹെഡ് ഓഫീസിലാണ് ഈ പറയുന്ന നമ്മുടെ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡിൻ്റെ ഹെഡ് ഓഫീസിൽ വെച്ച് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതാണ് ഈ പറയുന്ന സ്ഥലമാണ് വരുന്നത്. എന്താണിത്, വഴുതക്കോട് അങ്ങനെ എന്തോന്നാണ് കേട്ടോ വരുന്നത്. എൻ്റെ കറക്റ്റ് എനിക്ക് സ്ഥലം മനസ്സിലായിട്ടില്ല. തിരുവനന്തപുരമാണ്. അപ്പോൾ ഇതാണ് അഡ്രസ്സ്. ഈ അഡ്രസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ട്, ഇതൊന്ന് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അവർ പറയുന്ന പ്ലേസ് വെച്ചിട്ട് നമുക്കിതാണ് സ്ഥലം ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവരുണ്ടാകാം. അപ്പോൾ എന്തെങ്കിലും ഗൂഗിൾ മാപ്പിലിട്ട് നോക്കിയാലും മതി കേട്ടോ. ഞാൻ മാപ്പിലിട്ട് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിലിട്ട് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് ലൊക്കേഷൻ കാണിക്കും കേട്ടോ. ഓക്കെ, ഇത് മൊത്തം കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ മാപ്പിലിട്ട് നോക്കിയാലും മതി, അറിയില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിൽ അപ്ലൈ ചെയ്യാനൊന്നും അവർ പറയുന്നില്ല, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനാണ് അവർ പറയുന്നത്. ഇനി അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ പേജിൻ്റെ ഇതേപോലെ തന്നെ ഈ ഡയറക്റ്റ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജിലേക്ക് വരും. ഓക്കെ, അപ്പോൾ വേറെ ജോലി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടുത്ത ജോബ് ഓപ്പണിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 1 time രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്